മെൽബണിൽ ഇന്ന് ആരംഭിച്ച ബോക്സിംഗ് ഡേ ടെസ്റ്റിനിടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയാൽ ഇന്ത്യയുടെ സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് ICC വിലക്ക് വന്നേക്കും. ഓസ്ട്രേലിയൻ ഓപ്പണർ സാം കോൺസ്റ്റാസിനെ ചുമലിൽ തോളുകൊണ്ട് ഇടിക്കുകയും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തതാണ് കാരണം. തോളുകൊണ്ടിടിച്ചത് മനഃപൂർവ്വമാണെന്ന് കണ്ടെത്തിയാൽ അത് പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ വരും. 1-2 മത്സരങ്ങളിൽ കോഹ്ലിക്ക് ICC വിലക്ക് ഏർപ്പെടുത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ 4ാം ടെസ്റ്റ് ഇന്ന് ആരംഭിച്ച ആദ്യ സെഷനിൽ തന്നെയാണ് വിവാദമായ സംഭവം നടന്നത്. 19-കാരനായ സാം കോൺസ്റ്റാസിന്റെ അരങ്ങേറ്റ ടെസ്റ്റ് മാച്ചാണിത്. ക്രീസിലൂടെ നടന്നു പോകുന്നതിനിടെ കോഹ്ലിയുടെ ഷോൾഡർ സാമിന്റെ തോളിൽ ഇടിക്കുകയായിരുന്നു. നീരസം പ്രകടിപ്പിച്ച സാം കോഹ്ലിയോട് ഏതാനും വാക്കുകളിൽ പ്രതികരിച്ചു. ഇതോടെ കോഹ്ലിയും മറുപടി നൽകുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. വാഗ്വാദത്തിനിടെ അമ്പയർ ഇടപെടുകയും രംഗം ശാന്തമാക്കുകയും ചെയ്തു. കോഹ്ലിയുടെ പെരുമാറ്റം മോശമായി പോയെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പലരും പ്രതികരിച്ചു. ഏതാനും ബൗണ്ടറികൾ നേടിയതിന് 19-കാരനായ പുതുമുഖ താരത്തോട് ഇങ്ങനെ ചെയ്തത് നാണക്കേടാണെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. പരിശോധനയിൽ കോഹ്ലി ബോധപൂർവം കോൺസ്റ്റാസുമായി ഇടിച്ചതായി കണ്ടെത്തിയാൽ മാച്ച് റഫറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ICC നടപടി സ്വീകരിക്കും. ICC നിയമങ്ങൾ അനുസരിച്ച് എതിർ കളിക്കാരെ ഏതെങ്കിലും തരത്തിൽ അനുചിതമായി സ്പർശിക്കുന്നത് ആർട്ടിക്കിൾ 2.12-ന്റെ ലംഘനമാണ്. ഈ കുറ്റത്തിന് മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്താൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ചെറിയ കുറ്റമാണെന്ന് കണ്ടെത്തിയാൽ പിഴശിക്ഷ മാത്രമായിരിക്കും. പെരുമാറ്റച്ചട്ടലംഘനം കഠിനമോ ഇടത്തരമോ ആണെങ്കിൽ ഒന്നിലധികം മത്സര വിലക്കുകൾ നേരിടേണ്ടി വരും. അമ്പയർമാർ പെരുമാറ്റച്ചട്ടലംഘനം മാച്ച് റഫറിക്ക് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നടപടിയിലേക്ക് കടക്കുക. അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ 60 റൺസ് എടുത്താണ് സാം കോൺസ്റ്റാസ് മടങ്ങിയത്. ഇന്ത്യക്കെതിരെ അരങ്ങേറ്റത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും നേടി. ബുംറയുടെ ഒരു ഓവറിൽ 1 സിക്സും 3 ബൗണ്ടറികളും സഹിതം 18 റൺസ് നേടുകയുണ്ടായി. 4 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ബുംറ ടെസ്റ്റിൽ ഒരു സിക്സർ വഴങ്ങുന്നത്. കഴിഞ്ഞ 3 ടെസ്റ്റുകളിൽ തിളങ്ങാൻ കഴിയാതിരുന്ന നദാൻ മക്സ്വീനിക്ക് പകരമാണ് സാമിനെ കളിപ്പിച്ചത്. അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയ സാം 65 പന്തിൽ 60 റൺസ് എടുത്തു. ജസ്പ്രീത് ബുംറയെ നേരിടാനാവാതെ തുടർച്ചയായി നദാൻ മക്സ്വീനി പരാജയപ്പെട്ടിരുന്നു. എന്നാൽ പകരമെത്തിയ സാം ബുംറയെ സമർത്ഥമായി നേരിട്ടു. ബുംറയുടെ ഒരു ഓവറിൽ 1 സിക്സറും 3 ബൗണ്ടറികളും സഹിതം 18 റൺസാണ് സാം അടിച്ചത്. 4 വർഷത്തിനിടെ ബുംറയെ ആദ്യമായിട്ടാണ് ഒരാൾ ടെസ്റ്റിൽ സിക്സറിന് തൂക്കുന്നത്. 2021 ശേഷം 4484 പന്തുകളിൽ 1 സിക്സും വഴങ്ങാതെ മുന്നേറുകയായിരുന്നു ബുംറ. കാമറൂൺ ഗ്രീനായിരുന്നു അവസാനമായി ടെസ്റ്റിൽ ബുംറയുടെ പന്തിൽ സിക്സർ നേടിയിരുന്നത്. പരമ്പരയിൽ 2 സെഞ്ചുറികൾ നേടിയ ട്രാവിസ് ഹെഡും ഇത്തവണ 0-ന് പുറത്തായിരുന്നു. ബുംറ ഹെഡിന്റെ കുറ്റി തെറിപ്പിക്കുകയായിരുന്നു. ഓപ്പണിംഗ് പാർട്ണർ ഖവാജ ഉസ്മാൻ സാമിന് മികച്ച പിന്തുണ നൽകി. ഉസ്മാനും അർദ്ധ സെഞ്ചുറി തികക്കുകയും ചെയ്തു. തുടർന്നെത്തിയ മാർണസ് ലാബുഷാനെ 72, സ്റ്റീവൻ സ്മിത്ത് 68 എന്നിങ്ങനെ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു.